നമസ്കാരം, മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. തൊഴിലാളി വിഭാഗം കമ്മ്യൂണിസത്തെ കൈവിടുന്നു. CPM-ഉം CPI-യും പ്രതിസന്ധിയിൽ. കമ്മ്യൂണിസ്റ്റ് തൊഴിലാളികളുടെ വോട്ട് ഒഴുകിപ്പോയതായി കണ്ടെത്തൽ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മുഖ്യ ഘടക കക്ഷികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമാണ് CPI-യും CPM-ഉം. ഈ രണ്ട് പാർട്ടികളുടെയും സംസ്ഥാന സെക്രട്ടറിമാരുടെ തുറന്ന പറച്ചിലുകൾ കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി സംഘടനകൾക്കിടയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. രണ്ട് പാർട്ടികളുടെയും ട്രേഡ് യൂണിയനുകളിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾ പാർട്ടിയോട് കൂറ് കാണിക്കാതെ അകന്ന് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ആശങ്കയാണ് ഈ രണ്ട് നേതാക്കൾക്കുമുള്ളത്. കേരളത്തിലെ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും ട്രേഡ് യൂണിയനുകളിൽ അംഗങ്ങളായിട്ടുള്ളവർ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഇടതുമുന്നണി വലിയ വിജയത്തിൽ എത്തുമായിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ട്രേഡ് യൂണിയൻ അംഗങ്ങൾ വോട്ട് ചെയ്തില്ല എന്ന് നേതാക്കൾ വ്യക്തമാക്കി. കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി വർഗം പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് വോട്ട് മാറി ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എന്നും ഇത് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് കാര്യമായ ആഘാതമുണ്ടാകും എന്നുമാണ് രണ്ട് പാർട്ടികളുടെയും നേതാക്കൾ അഭിപ്രായപ്പെടുന്നത്. CPM-ന്റെ കേന്ദ്രീകൃത ട്രേഡ് യൂണിയനാണ് CITU. കേന്ദ്ര ട്രേഡ് യൂണിയനിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള നിരവധി സംഘടനകളാണ് CPM-ന്റെ തണലിൽ പ്രവർത്തിച്ചു വരുന്നത്. തൊഴിലാളി സംഘടനകളും സർവ്വ സംഘടനാ അംഗങ്ങളും ഉൾപ്പെടെ 12 ലക്ഷത്തോളം അംഗസംഖ്യയുള്ള തൊഴിലാളി സംഘടനകൾ CITU-വിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ CPI-യുടെ കേന്ദ്ര ട്രേഡ് യൂണിയൻ AITUC. ഈ കേന്ദ്ര സംഘടന അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന സംഘടനകളുടെ അംഗസംഖ്യ ഏതാണ്ട് 4 ലക്ഷത്തിലധികം വരും. അങ്ങനെയെങ്കിൽ ഈ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും തൊഴിലാളി സംഘടനകളുടെ പ്രവർത്തകർ വോട്ട് ചെയ്തിരുന്നുവെങ്കിൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് വലിയ വിജയം നേടുവാൻ കഴിയുമായിരുന്നു എന്നാണ് CPM സെക്രട്ടറി ഗോവിന്ദ മാസ്റ്ററും CPI സെക്രട്ടറി ബിനോയ് വിശ്വവും തുറന്നു പറഞ്ഞിരിക്കുന്നത്. രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും തൊഴിലാളി സംഘടനകളുടെ സമ്മേളനങ്ങൾക്കിടയിലാണ് ട്രേഡ് യൂണിയനുകളിൽ നിന്നും അംഗങ്ങൾ കൊഴിഞ്ഞു പോകുന്നു എന്നതിന്റെ ഗൗരവം തുറന്നു പറഞ്ഞത്. എന്നാൽ ഈ സമ്മേളനങ്ങളിൽ പങ്കെടുത്തിരുന്ന തൊഴിലാളി യൂണിയനുകളുടെ നേതാക്കൾ വിശദീകരിച്ചത് മറ്റു ചില യാഥാർത്ഥ്യങ്ങളായിരുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ തൊഴിലാളി വർഗം ഒന്നടങ്കം പ്രതിഷേധത്തിലാണ് എന്നാണ് ട്രേഡ് യൂണിയൻ നേതാക്കൾ വ്യക്തമാക്കിയത്. കേരളത്തിലെ പരമ്പരാഗത തൊഴിൽ മേഖലകളെല്ലാം തകർന്നതും കയർ, കശുവണ്ടി, മത്സ്യബന്ധനം, ഖാദി, കെട്ടിട നിർമ്മാണം തുടങ്ങിയ എല്ലാ മേഖലയിലും തൊഴിലാളികൾ ജീവിത പ്രതിസന്ധി നേരിടുന്നതും തൊഴിലാളി വർഗം നിറഞ്ഞു നിൽക്കുന്ന ഒരു തൊഴിൽ മേഖലയും സംരക്ഷിക്കാൻ സർക്കാരിന് കഴിയാതെ വന്നതുമെല്ലാം ചോദ്യമായി ഉയർന്നു നിന്നു. അതുകൊണ്ട് തന്നെ സമസ്ത മേഖലയിലും തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർ സർക്കാർ വിരുദ്ധ മനോഭാവത്തിലാണ്. ഈ യാഥാർത്ഥ്യം കണ്ടറിയാതെ എന്തെങ്കിലും പറയുന്നതിൽ കാര്യമില്ല എന്നാണ് ട്രേഡ് യൂണിയൻ നേതാക്കൾ പാർട്ടി സെക്രട്ടറിമാരോട് വിശദീകരിച്ചത്. മാത്രവുമല്ല, പല ഘട്ടങ്ങളിലായി തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ സർക്കാർ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിലും അനുകൂലമായ ഒരു നടപടിയും ഭരണരംഗത്ത് നിന്നും ഉണ്ടാകാത്തതാണ് തൊഴിലാളി വർഗം പാർട്ടി കൂറ് മാറ്റിവെച്ച് മറ്റു ചിന്തകളിലേക്ക് വഴിമാറാൻ കാരണമെന്ന് നേതാക്കൾ തുറന്നടിച്ചു. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്കുണ്ടായ കനത്ത തോൽവി കാര്യമായി ബാധിച്ചിരിക്കുന്നത് രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയുമാണ്. പാർട്ടിയിലെ നേതൃനിലയിലുള്ളവരും മന്ത്രിമാരും ജനങ്ങളിൽ നിന്നും തൊഴിലാളികളിൽ നിന്നും അകന്നു മാറിയിരിക്കുകയാണെന്നും തൊഴിലാളി വർഗത്തിന്റെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ കണ്ണടച്ചിരിക്കുകയാണെന്നും കൃത്യമായ കണക്കുകൾ നിരത്തി ട്രേഡ് യൂണിയനുകൾ വിഷയം അവതരിപ്പിച്ചപ്പോൾ CPM-ന്റെയും CPI-യുടെയും സംസ്ഥാന സെക്രട്ടറിമാർക്ക് ഉത്തരം മുട്ടുന്ന സാഹചര്യമുണ്ടായി. എന്ത് ന്യായങ്ങൾ തന്നെ പാർട്ടി സെക്രട്ടറിയും നേതാക്കളും ഉന്നയിച്ചാലും സർക്കാർ വിരുദ്ധ വികാരം കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നതായി അറിയുന്നുണ്ട്. പൊതുസമൂഹത്തിന്റെ മുഖ്യ പങ്കായി കാണാൻ കഴിയുന്നത് തൊഴിലാളി വർഗത്തെയാണ്. ഈ തൊഴിലാളികൾ പലതരത്തിലുള്ള ജീവിത ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുമാണ്. ആയുഷ്കാലം മുഴുവൻ കയ്യിലെന്തിയ ചെങ്കൊടി താഴെ വെക്കാൻ ഇപ്പോൾ ഇവർ തയ്യാറായിരിക്കുന്നു എന്നതാണ് വാസ്തവം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ നേതാക്കന്മാർ പങ്കാളികളായി നടന്നുകൊണ്ടിരിക്കുന്ന വലിയ തോതിലുള്ള വ്യാപകമായ സാമ്പത്തിക തട്ടിപ്പുകളും അഴിമതിയും കോഴയുമെല്ലാം താഴെ തട്ടിലെ പാർട്ടി പ്രവർത്തകരിൽ നിരാശ ഉണ്ടാക്കിയിരിക്കുകയാണ്. ജീവന് തുല്യം കണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങൾ പൂർണ്ണമായും നാശത്തിന്റെ വഴിയിലാണെന്ന് തൊഴിലാളി വർഗം മനസ്സിലാക്കി തുടങ്ങി. മറ്റ് പാർട്ടികളിലേക്ക് ഇവർ മാറിയില്ല എങ്കിലും പാർട്ടി പ്രവർത്തനങ്ങളിലും പാർട്ടിക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നതിലും ഇവർ മടി കാണിച്ചുകൊണ്ടിരിക്കുന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. നിരന്തരം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാരുടെ സാമ്പത്തിക തട്ടിപ്പ് കഥകൾ ജനങ്ങൾ തുറന്നു ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ കഴിയാത്ത ഗതികേടിലാണ് സാധാരണ പാർട്ടി പ്രവർത്തകരെല്ലാം. കേരള സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന CPM-ഉം CPI-യും ചരിത്രത്തിലെ ഏറ്റവും വലിയ പരീക്ഷണത്തെ നേരിടുന്നു എന്നതാണ് വാസ്തവം. ജനസമൂഹം പൊതുവായി പറയുന്ന വിഷയങ്ങൾ സത്യസന്ധമായി പഠിച്ചുകൊണ്ട് തെറ്റ് തിരുത്താൻ തയ്യാറായില്ല എങ്കിൽ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കൂടുതൽ തകർച്ചയിലേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നന്ദി, നമസ്കാരം.